ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ ഈദിന് വേണ്ടി ഉണ്ടാക്കിയ പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയി പോയിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഈ ഒരു പുഡിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യാൻ കേട്ടോ. നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി പുഡിങ്ങാണ് കേട്ടോ. നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. 4 5 നിങ്ങൾക്ക് എടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് ചോക്ലേറ്റില്ലേ, കോമ്പൗണ്ട് ചോക്ലേറ്റും അതുപോലെ തന്നെ 1/4 കപ്പ് പാൽപ്പൊടി, അതുപോലെ തന്നെ 1/4 കപ്പ് തന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, അതുപോലെ തന്നെ 1/4 കപ്പിൽ കുറച്ച് കുറവായിട്ട് നമ്മളെ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊക്കോ പൗഡർ 1/4 കപ്പിൽ കുറച്ച് കുറവായിട്ട് തന്നെ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലും ഒരു പാക്കറ്റ് ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് പാലും കൂടി ചേർത്തിട്ട് എല്ലാം നല്ലോണം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പാണ് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ ഒരു പാക്കറ്റ് പാലിൻ്റെ അളവിനാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും പാലിൻ്റെ അളവിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാം കേട്ടോ. എല്ലാം കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളെ ചോക്ലേറ്റിലും നല്ലോണം മെൽട്ടായിട്ട് വരുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ കൊക്കോ പൗഡറിലും അതുപോലെ തന്നെ കസ്റ്റർഡിലും ചേർത്തിട്ടില്ലേ, ഈ ഒരു മിക്സ് നല്ലോണം ഒന്ന് കുറുകി വരും കേട്ടോ. നമ്മൾ പുഡിങ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി റിച്ച് ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. അത്രയും ചോക്ലേറ്റെല്ലാം ഇഷ്ടമുള്ളവർ ഇത് മസ്റ്റ് ട്രൈ ചെയ്യാൻ കേട്ടോ. കഴിച്ചുകൊണ്ടേയിരിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പം ഇതിലേക്കൊരു പീസ് ബട്ടറും കൂടി ചേർത്തിട്ടുണ്ട്. ആ ബട്ടറും കൂടി ചേർത്താൽ നല്ലോണം ടേസ്റ്റ് കൂടുകയും ചെയ്യും. ബട്ടർ ഓപ്ഷനാലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്താൽ നല്ലോണം ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പാലെല്ലാം നല്ലോണം കുറുകി വന്ന് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സർ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ബ്രെഡെല്ലാം ചേർത്തല്ലേ, അതിലും ചെറുതായിട്ട് കട്ടകളെല്ലാം ഉണ്ടെങ്കിൽ നല്ലോണം ഫൈനായിട്ട് നല്ല അരിഞ്ഞ് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നല്ലോണം അരച്ചെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അരിച്ചും കൂടി എടുക്കാം കേട്ടോ. പക്ഷേ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ നല്ലോണം അരച്ചെടുത്താൽ തന്നെ നല്ല മിക്സായിട്ട് കിട്ടും. ഇപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കെല്ലാം ഇതെന്തായാലും ഇഷ്ടപ്പെടുന്നൊരു പുഡിങ്ങാണ് കേട്ടോ. കാരണം വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. നമുക്കിത് വളരെ സിമ്പിളായിട്ട് നമ്മളെ കൈമിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാകുന്ന തന്നെയല്ല. അങ്ങനെ എക്സ്ട്രാ അഡീഷണലായിട്ടൊന്നും ചേർത്തിട്ടില്ല, ചോക്ലേറ്റേ ചേർത്തിട്ടില്ല. നമുക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടില്ല ചിപ്സ്, ചോക്ലേറ്റ് ചിപ്സോ അങ്ങനെ എന്തായാലും ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കൊക്കോ പൗഡർ മാത്രമാണെങ്കിൽ 1/4 കപ്പ് എന്നില്ലേ കൊക്കോ പൗഡറിൻ്റെ അളവ് 1/2 കപ്പ് ആക്കിയാലും മതി കേട്ടോ. പക്ഷെ ചോക്ലേറ്റ് ചേർത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവല്. അപ്പോൾ ഇനി ഇതിൻ്റെ മെയിലായിട്ട് അത് നമുക്ക് നല്ലോണം അടിച്ചെടുത്തതിന് ശേഷം പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി മെയിലായിട്ട് ഓപ്ഷനിലാണ് ഞാൻ കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട്. നട്ട്സ് ചേർത്താൽ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് ഉണ്ടാവും കേട്ടോ. ഓപ്ഷനലാണ്, പക്ഷെ ഉണ്ടെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് പുഡിങ് കഴിക്കുമ്പോൾ കുറച്ച് നല്ല ക്രഞ്ചിനെസ്സും നല്ല വയറ്റ് അലിഞ്ഞ് പോകുന്നൊരു ടൈപ്പ് ആകുമ്പോൾ പുഡിങ് അലിഞ്ഞ് പോകുമ്പോൾ നമുക്ക് നട്ട്സിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ്സാണ് കേട്ടോ കിട്ടൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഓക്കെ, ബൈ ബൈ.